ഈ സിനിമയിൽ എന്നെ അധികം സംസാരിപ്പിച്ചിട്ടില്ല, അതുപോലെ ഇവിടെയും എന്നെ സംസാരിപ്പിക്കാതിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. സാധാരണ ഞാൻ ചെയ്യുന്ന സിനിമകളിൽ കുറച്ച് ബഹളവും അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലൈറ്റായിട്ട് ഒരു സിനിമ. ഞാൻ ചോദിച്ചിട്ടുണ്ടോ അവനോട്, അവനെ എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. വരും ചേച്ചി, സിനിമയിൽ ചേച്ചി ത്രൂ ഔട്ട് ഉണ്ടാവും. നോക്കുമ്പോൾ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, അങ്ങോട്ട് എത്തുന്നു, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ സിനിമ വന്നപ്പോൾ ഒരുപാട് സന്തോഷം. നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റി. എനിക്ക് വയ്യ. താങ്ക് യു. ഇതിനു മുമ്പ് നന്നായിട്ട് അഭിനയിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? പറയടാ. ചേച്ചിയുടെ മകനെ എഴുത്തുകാരന്റെ അമല് പിടിച്ച് കയറ്റി നിർത്തിയത് എന്റെ പൊന്നു മോനെ. ഞാൻ എന്റെ അച്ഛനോ അമ്മയോ ആരും സിനിമയിലില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അഭിനയിക്കൊന്നുമില്ല. ഞാൻ എത്തിയിട്ട് ഇതൊരു ഭാഗ്യമാണ്. എന്തോ എല്ലാരും എന്റെ ഞാനല്ലേ ആദ്യമാണോ ഒറ്റയ്ക്ക് ആർക്കും വഴിവട്ടാ പറ്റാ. സൈഡിൽ ചേച്ചി അതിന്റെ കൂടെയുള്ളതെല്ലാം കൂടി ചേർത്ത് പറയുന്നത് ഒറ്റയ്ക്ക് വഴിവെട്ടി വേണം ക്യാപ്ഷൻ ഇടാൻ. അടുത്ത ചോദ്യം നോക്കണം, വേറെ ചോദ്യം. ഇതിൽ എത്ര പേര് സിനിമ കണ്ടു? നിങ്ങള് ക്യാമറ ഇങ്ങോട്ട് വന്നവരല്ലേ? എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങള് ഇന്റർവ്യൂവിന് വരുമ്പോഴാ അല്ലെ ഞങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോ അതിന് മൊത്തം കേൾക്കണം, ഇടയ്ക്ക് കയറി കേൾക്കണം. ഒരു കാര്യത്തിന് വരുമ്പോ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും പഠിച്ചിട്ടും ചോദിക്കുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം തരും. ഇത് അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് അതിന്റെ മുക്കും മൂലയും പിടിച്ച് ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്ത് വരാതിരിക്കുക. കാരണം നിങ്ങള് ആ നിങ്ങളുടെ ജോലിയോട് നിങ്ങൾ ഒരു നീതി പുലർത്തുക. ഓക്കെ, ക്യാപ്ഷൻ ഇട്ട് റീച്ച് കൂട്ടാൻ മാത്രം ശ്രമിക്കാതിരിക്കുക. ഒരു വിളിയിൽ നമ്മളെല്ലാവരും ചെന്നിട്ടുണ്ടെങ്കിൽ ജെയ്സിന്റെ വർഷങ്ങളായിട്ടുള്ള നമ്മളോടൊക്കെ എല്ലാവരോടുള്ള സ്നേഹമാണ്. തീർച്ചയായിട്ടും എന്താണ് വേഷങ്ങളെന്ന് പോലും ചോദിക്കാതെ എത്തിയ ഒരുപാട് നടികളുണ്ടാവും ഈ സിനിമയിൽ. പക്ഷെ അവർക്കൊക്കെ ചെന്ന് പോയല്ലോ എന്ന് തോന്നിച്ചില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു വലിയ സക്സസ് ആയിട്ട് ഞാൻ കരുതുന്നത്. ഗംഭീരമായ ഒരു സ്ക്രീൻ പ്ലേ, എല്ലാം കൊണ്ടും നല്ലതായി വന്ന ഒരു സാഹചര്യം ഈ സിനിമയുടെ. അവന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ബാങ്കിങ് ഹൗസ്. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഒരുപക്ഷെ ആ സിനിമ ബാങ്കിങ് ഹൗസ് 2014 സുമേഷ് ഇവിടെ ഉണ്ട്. സുമേഷ് നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ മീഡിയയുടെ ഏറ്റവും വലിയ ആളാണ്. ഞാൻ സുമേഷ് ഒപ്പം കൂടിയാണ് കെ മധുസാറിന്റെ ബാങ്കിങ് ഹൗസ് എന്നുള്ള സിനിമയുടെ തിരക്കഥ ഒരുക്കിയത്. അതിനുശേഷം എനിക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രാവശ്യം പല സിനിമകൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ കുറെ വർഷങ്ങൾ പോയിട്ടുണ്ടെങ്കിലും എതിരെ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്തു. അതിപ്പോ റിലീസ് ചെയ്യുകയാണ്. ഒരുപാട് പ്രതിബന്ധങ്ങൾ അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെട്ട് അദ്ദേഹത്തിന് ഹോസ്പിറ്റലായിരിക്കും. വലിയൊരു ബുദ്ധിമുട്ടിലൊക്കെ കടന്നു പോകുമ്പോഴും അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും എന്താ പറയാ എനർജി പോവാതെ നോക്കി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മുടെ എഫേർട്സിനാണ് ഇപ്പോൾ ഈ റിസൾട്ട് വരുന്നത്. അപ്പൊ എല്ലാ ആശംസകളും നല്ലതായി വരട്ടെ. സ്വീക്കലില് വിവിധ ക്യാരക്ടർ എനിക്കറിയാം നിങ്ങൾ എല്ലാ ആഴ്ചയും ഒരുപാട് സിനിമകളിൽ പ്രൊമോഷൻ നടന്നു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നതാണ്. പലതും പ്രൊമോഷന് വേണ്ടി പറയുന്നതും അല്ലാതെയും എന്തൊക്കെയാണ് സത്യങ്ങളെന്നും മനസ്സിലാക്കുന്നതാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ അത് അറിയാം, ഒരാളുടെ മനസ്സിൽ എന്താണ്, മുഖത്ത് എന്താണ്, എല്ലാം. പക്ഷെ ഈ സിനിമയെ പറ്റി ഒരു കാര്യം, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയണം.
അതായത് വേറെ ഒന്നുകൊണ്ടല്ല, എല്ലാ സിനിമകൾക്കും അതിൻ്റെ എഫേർട്ടുകളുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്നത് 2 കൊല്ലത്തെ ഒരാളുടെ വിഷനാണ്. ആ പേപ്പർ എടുത്ത് എനിക്ക് തോന്നുന്ന ഒരു വെളുപ്പിനോ അല്ലെങ്കിൽ രാത്രിയോ പേപ്പർ എടുത്ത് ദൈവമേ എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങുന്ന മുതൽ ആ സിനിമയുടെ പരിപാടി തുടങ്ങും. അത് തുടങ്ങി അത് എഴുതി ഒരു ഡയറക്ടറെ കൺവിൻസ് ചെയ്ത് അദ്ദേഹം അത് കേട്ട് ഒരു നടന്റെ പുറകെ പോയി ഓടി നടന്ന് അയാളുടെ കുറെ കാര്യങ്ങൾ കേട്ട് പുറത്ത് നിന്ന് എന്താ പറയുക അവഗണിക്കപ്പെട്ട് പുച്ഛിക്കപ്പെട്ട് എല്ലാം പുറത്തുനിന്ന് എല്ലാ അവസാനം ഡേറ്റ് കിട്ടി നമ്മളൊരു സിനിമ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ നന്നാവാൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത് ഇപ്പോഴും. അപ്പോ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഇത് ഈ പറയുന്ന നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതല്ല ഈ സിനിമയ്ക്ക് ഒരു സ്പെഷ്യൽ തരണമെന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം അത്രയും ഹൃദയത്തിൽ നിന്നുള്ള സിനിമയാണ്.